സാറേ ഒരു പെൻഷൻ കൊടുത്തോണ്ടിരുന്നു പാവങ്ങൾക്ക്. ആ പെൻഷൻ വരെ കൊടുക്കുന്നില്ല സാറേ. 6 മാസത്തെ പെൻഷൻ കൊടുക്കണം. ഈ ഗുളിക മേടിക്കേണ്ടവരെന്ത് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടവരെന്ത് ചെയ്യും? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പെൻഷൻ കിട്ടാത്തതിൽ നിങ്ങൾ പരാതി പോയില്ലേ? ഒരുപാട് പേര് പരാതി കൊടുത്തു സാറ്. അവരുടെ ഫണ്ടിന് പണം ഇല്ലെന്ന് പറയുന്നു. ഞങ്ങള് പാവങ്ങൾ എന്ത് ചെയ്യണം സാറ്? പറ, ഞങ്ങൾ പാവങ്ങൾ ആർഭാടങ്ങൾക്കൊക്കെ പൈസ ഉണ്ട്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണ്ട്. പിന്നെ മന്ത്രിക്ക് 1.5 കോടി 70 കോടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയുണ്ട്. 2 കോടി കൊടുക്കാനുണ്ട്. പാവങ്ങൾക്ക് കൊടുക്കുന്ന പിച്ച കാശ് കൊടുക്കാൻ വേണ്ടി അവർക്കില്ല. ഇതാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട്. സത്യമാണ് സാറ് പറയുന്നത്. നേരെ 5 മണിക്ക് ഓടി ഇവിടെ വന്നാ ഞങ്ങൾ പോകുമ്പോ 6-7 മണിയാവും വീട്ടിൽ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ 10 രൂപ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കിട്ടിയില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് വെച്ചു കൊടുക്കണം. പാവങ്ങളാണ് സാറേ. ഞങ്ങൾ എങ്ങനെ ഇട്ട് ദ്രോഹിക്കരുത്. അവർക്ക് ഇലക്ഷൻ വരുമ്പോ ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കും സാറ്? പറ. ഞങ്ങളെ കൊണ്ട് വോട്ട് മേടിച്ചിട്ട് അവരുടെ കുടുംബം വളർത്തുന്നു, അവരുടെ ആൾക്കാരെ വളർത്തുന്നു. ഞങ്ങൾ പാവങ്ങൾക്കാ വരുന്നു. ഞങ്ങളെ പോലുള്ളവർക്ക് 10 പേർക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് തോന്നാം, അയ്യോ ഇന്ന ആള് ഇന്നത് ചെയ്ത് നമുക്ക് അവർക്കത് വോട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാരണം. ഇത് ഇലക്ഷൻ വരുമ്പോ ഒരു 5 കിലോ അരിയും കൊണ്ടുവരും. അത് കഴിയുമ്പോ ഒരു വട്ടം സോപ്പ് കൊണ്ടുവരും കുളിക്കാൻ വേണ്ടി, കുളിച്ചിട്ട് പോകാൻ വേണ്ടി. പിന്നെ അത് കഴിയുമ്പോ ഒരു കോറ മല്ല് ഇതിന്റെ തുണി കൊണ്ടുവരും, ഇത് ഉടുത്തിട്ട് പോകാൻ വേണ്ടി. പിന്നെ ഒരു വലിയൊരു ഉടുപ്പ് കൊണ്ടു തരും, അത് ഇട്ടിട്ട് പോകാൻ വേണ്ടി. എന്തിന്? അവിടെ ചെന്ന് നമ്മൾ വോട്ട് ചെയ്യണ്ടേ? മര്യാദയ്ക്ക് നിൽക്കണ്ടേ സാറേ? ഇതാണ് അവരുടെ രീതി. ഇനി വോട്ട് ചെയ്യാൻ വോട്ട് ചോദിച്ചപ്പോൾ ഇതുപോലെ അങ്ങ് പറയണേ. എന്റെ മൈക്കിന് മുമ്പിൽ പറഞ്ഞില്ല അതുപോലെ. സാറേ ഇതുപോലെ പറയൂല സാറേ. ഇത് നിങ്ങളടുത്ത് പറഞ്ഞതാണ്. വോട്ടിന് വരുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് വേറെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതിനപ്പുറത്തായിരിക്കും. സത്യമാണ് സാറേ. ഞങ്ങളുടെ വിശപ്പാണ് ഇത് പറയുന്നത്. ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ വേദനയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഞങ്ങളുടെ വേദനയാണ് സാറേ പറയുന്നത്. ഈ 6 വർഷമായി എന്റെ ഭർത്താവ് ജോലിക്ക് പോകാതെ വീട്ടിലായിട്ട് ഞാൻ ഈ ജോലി ചെയ്താണ് ഞങ്ങളുടെ 2 പേരുടെ കാര്യം കഴിയുന്നത്. ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ് സാറേ. ഞാൻ ഉള്ളതാണ് സാറേ പറയുന്നത്. മക്കളുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവർക്ക് ആരെങ്കിലും കൊടുക്കണം. അവരുടെ ജീവിതമേ കഞ്ചിയുടെ വെള്ളം പോലെ കിടക്കുന്നു. പിന്നെ അതിന്റെ അപ്പുറത്ത് കാപ്പി വെള്ളമായിട്ട് കിടക്കുന്നു ഞങ്ങള്. ഇതേ ഉള്ളൂ. എന്റെ പേര് കാർമൽ. ഓ സാറിന് ഈ പേര് എവിടെയും പറയാം. കാർമൽ. ഓക്കെ. കാർമൽ ചേച്ചിയുടെ പരാതി ജനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ അധികാരികളും കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. എന്റെ മക്കൾക്ക് വരെ 1 രൂപ എടുത്ത് ഞങ്ങൾക്ക് തരേണ്ട നിവർത്തിയില്ല. ഒരു ലോൺ മേടിക്കുമ്പോ ആ ലോണുകാർക്ക് പണം കൊടുക്കണം മാസം തോറും, ആഴ്ച തോറും. അത് കൊടുക്കാൻ വേണ്ടി കർണം അറിയണം. അതുകൊണ്ടൊന്ന് മീൻകാർക്ക് കൊടുത്തു കഴിയുമ്പോ പിന്നെ അതിലൊന്നും ഇല്ല സാറേ ഞങ്ങൾക്ക്. ഞങ്ങൾ അത്ര കഷ്ടത്തിലാണ് സാറേ ഞങ്ങൾ ജീവിക്കുന്നത്. അന്നേരം അന്ന് തിന്നാൻ പറ്റുന്നില്ല. നമ്മള് വായിൽ കൊണ്ടുപോകണ ആഹാരത്തിൽ തിന്നോണ്ടിരിക്കുമ്പോ നാണം കെട്ടവളെ പൈസ കൈയടിയെന്ന് അവര് കയറി തൂങ്ങുകയാണ് ചെയ്യുന്നത്. അവര് വിഷം കഴിക്കുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കാരണം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അതൊക്കെ ആര് കാരണം? ഈ മന്ത്രിമാര് കാരണമാണ്. ആര് വന്നാലും മാറി വന്നാലും കാര്യമൊന്നുമില്ല. മതി സാർ. ഓക്കെ ശരി.